വെൽക്കം ബാക്ക്. സംസാരത്തിനിടെ നമ്മൾ പലപ്പോഴും അത് ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് ചെയ്യേണ്ടതില്ല, അത് ചെയ്യേണ്ടതില്ലായിരുന്നു എന്നെല്ലാം പറയാറുണ്ട്. മലയാളത്തിൽ നമ്മൾ വെർബിന്റെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഈ ഐഡിയാസ് എല്ലാം എക്സ്പ്രസ് ചെയ്യാറ്. ഇംഗ്ലീഷിൽ നമ്മൾ ഇതിനെ മോഡൽ ഓക്സിലറി വെർബ്സ് യൂസ് ചെയ്യും. ഒരു ഇംഗ്ലീഷ് വെർബിന് ആകെ 4 ഫോംസേ ഉള്ളൂ: V1, V2, V3, പിന്നെ ING ഫോം. ഈ 4 ഫോം ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്ന ഐഡിയാസിന് ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ പല കാര്യങ്ങളും പറയാൻ ഉപയോഗിക്കുന്നത് മോഡൽ ഓക്സിലറി വെർബ്സ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻലി നീഡ്, മസ്റ്റ് ഈ 2 മോഡൽ വെർബ്സ് ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് പഠിക്കുന്നത്. അഫർമേറ്റീവ് സെന്റൻസസിൽ നീഡിനും മസ്റ്റിനും ഏകദേശം സിമിലർ ആയ മീനിങ് തന്നെയാണ്. പക്ഷെ നെഗറ്റീവ് സെന്റൻസസിൽ വരുമ്പോൾ ഇതിന്റെ മീനിങ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോൾ അത് കൂടുതൽ നന്നായി മനസ്സിലാവും. നീ ഇപ്പോൾ പോകണം. ഒരു കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. ചെയ്യണം എന്ന് പറയാൻ നമുക്ക് മസ്റ്റ് ഉപയോഗിക്കാം, നമുക്ക് നീഡ് ഉപയോഗിക്കാം, ഷുഡ് ഉപയോഗിക്കാം, ഹാവ് ടു ഉപയോഗിക്കാം. ഒരുപാട് വേർബ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഐഡിയ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ നോക്കുന്നത് മസ്റ്റും നീഡും എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ്. നീ ഇപ്പോൾ പോകണം. യു മസ്റ്റ് ലീവ് നൗ. നമുക്കത് അങ്ങനെ പറയാം. നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ സ്ട്രോങ് ആയ ഒരു ഒബ്ലിഗേഷൻ, അതായത് അങ്ങനെ ചെയ്തേ തീരൂ, ആ ഒരു ഐഡിയ എക്സ്പ്രസ് ചെയ്യാനാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും. അതാണ് മസ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ അർത്ഥം. അതാണ് നീ ഇപ്പോൾ പോകണം, പോയില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന രീതിയിലാണ് ഇവിടെ യു മസ്റ്റ് ലീവ് നൗ എന്ന് പറയുന്നത്. നമുക്ക് നീഡ് ഉപയോഗിച്ചും ഇത് പറയാം. യു നീഡ് ടു ലീവ് നൗ. ഇവിടെ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, മസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് V1 ആണ്, ഇൻഫിനിറ്റീവ്. V1 നമ്മൾ ഇൻഫിനിറ്റീവ് എന്നാണ് ഗ്രാമറിൽ പറയുക. മസ്റ്റിന് ശേഷം നമ്മൾ ഉപയോഗിച്ചത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. പക്ഷേ നീഡിന് ശേഷം നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. യു മസ്റ്റ് ലീവ് നൗ, യു നീഡ് ടു ലീവ് നൗ. ഇങ്ങനെ അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ നീഡിന് ശേഷം പൊതുവെ ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഇത് മറ്റു മോഡൽ വേർബ്സിൽ നിന്ന് ഡിഫറെൻ്റ് ആണ്. ഓട്ടിന് ശേഷവും നമ്മളിങ്ങനെ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. ബാക്കി എല്ലാ മോഡൽ വേർബ്സിന് ശേഷവും നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. യു മസ്റ്റ് ലീവ് നൗ എന്ന് പറഞ്ഞാലും യു നീഡ് ടു ലീവ് നൗ എന്ന് പറഞ്ഞാലും മീനിങ് ഏകദേശം സെയിം തന്നെയാണ്. യു ഹാവ് ടു ലീവ് നൗ അതും നമുക്ക് പറയാവുന്നതാണ്. യു ഷുഡ് ലീവ് നൗ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ഇപ്പോൾ പോവേണ്ടതാണ്, പക്ഷെ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നാണ്. നീ ഇപ്പോൾ പോകുന്നതാണ് നല്ലത്, നിർബന്ധമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുന്നത്. മസ്റ്റ് ഉപയോഗിക്കുന്നത് അത് നിർബന്ധമാണ് എന്ന അർത്ഥത്തിലാണ്. ഏകദേശം സിമിലർ മീനിങ് ആണ് നീഡിനും ഹാവ് ടുവിനും. ഇനി നമുക്ക് മസ്റ്റും നീഡും നെഗറ്റീവ് സെന്റൻസസിൽ യൂസ് ചെയ്യുമ്പോൾ വരുന്ന ഡിഫറൻസ് നോക്കാം. നീ ഇപ്പോൾ പോവരുത്. ഒരു കാര്യം ചെയ്യരുത് എന്നാണ് പറയേണ്ടത്. ഒരു കാര്യം ചെയ്യരുത്, അങ്ങോട്ട് പോകരുത്, അത് പറയരുത്, ഇത് പറയരുത്, ഇതെല്ലാം പറയാൻ നമ്മൾ മസ്റ്റ് നോട്ടാണ് യൂസ് ചെയ്യുക. യു മസ്റ്റ് നോട്ട് ലീവ് നൗ. നീ ഇപ്പോൾ പോവരുത്. ഇനി നമ്മൾ നീഡാണ് ഇവിടെ ഉപയോഗിക്കുന്നതെങ്കിലോ, യു നീഡ് നോട്ട് ലീവ് നൗ. അത് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതിനർത്ഥം നീ ഇപ്പോൾ പോവരുത് എന്നല്ല. യു മസ്റ്റ് ലീവ് എന്ന് പറഞ്ഞാലും യു നീഡ് ടു ലീവ് എന്ന് പറഞ്ഞാലും മീനിങ് സിമിലർ ആണ്. നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു. പക്ഷേ യു മസ്റ്റ് നോട്ട് ലീവ് എന്ന് പറഞ്ഞാലും യു നീഡ് നോട്ട് ലീവ് എന്ന് പറഞ്ഞാലും മീനിങ് ഒന്നല്ല. യു മസ്റ്റ് നോട്ട് ലീവ് എന്ന് പറഞ്ഞാൽ പോവരുത് എന്നാണ് അർത്ഥം. യു നീഡ് നോട്ട് ലീവ് എന്ന് പറഞ്ഞാൽ പോവേണ്ടതില്ല എന്നാണ് അർത്ഥം. പോകേണ്ട ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് നമ്മൾ നീഡ് നോട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ യു നീഡ് ടു ലീവ് നൗ എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ അവിടെ നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തത്. ഇവിടെ പക്ഷേ നമ്മൾ നീഡിന് ശേഷം ഉപയോഗിച്ചിട്ടുള്ളത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. മസ്റ്റിന് ശേഷം ഉപയോഗിച്ച പോലെ തന്നെ നീഡിന് ശേഷവും നമ്മൾ ടു ഉപയോഗിച്ചിട്ടില്ല. പൊതുവേ നമ്മൾ ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലും നീഡിനെ മോഡൽ വെർബായിട്ടാണ് യൂസ് ചെയ്യുക. മോഡൽ വെർബായിട്ട് യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിനുശേഷം ഉപയോഗിക്കുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആയിരിക്കും. മോഡൽ വെർബ് അല്ലാതെയും നമുക്ക് നീഡിനെ യൂസ് ചെയ്യാം. അത് നമ്മൾ വരുന്ന എക്സാമ്പിളിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ നീഡ് നോട്ട് എന്നല്ല പറയുക, യു ഡു നോട്ട് എന്നാണ് പറയുക. അത് വരുന്ന എക്സാമ്പിൾസിൽ അത് കൂടുതൽ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട്. ഞാൻ ഇപ്പോൾ പോകണോ. ഇത് നമുക്ക് മസ്റ്റ് ഉപയോഗിച്ചും പറയാം, നീഡ് ഉപയോഗിച്ചും പറയാം. മസ്റ്റ് ഐ ലീവ് നൗ. ഞാൻ ഇപ്പോൾ പോകണം. നീഡ് ഐ ലീവ് നൗ. ഞാൻ ഇപ്പോൾ പോകണം. ഞാൻ നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞല്ലോ, യു നീഡ് നോട്ട് ലീവ് എന്നതിന് നമുക്ക് യു ഡു നോട്ട് ലീവ് എന്നും പറയാമെന്ന്. ഇവിടെ അതുപോലെ തന്നെ നീഡ് ഐ ലീവ് നൗ എന്നത് നമുക്ക് ഡു ഐ നീഡ് ടു ലീവ് നൗ അങ്ങനെയും ചോദിക്കാവുന്നതാണ്. ഇങ്ങനെ ഡു ഉപയോഗിക്കുമ്പോൾ നമ്മൾ നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. ഡു ഉപയോഗിക്കാതെ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കുന്ന സമയത്ത് നീഡിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. നീഡ് എന്ന വെർബിന്റെ പ്രത്യേകതയാണത്. അതിനെ നമുക്ക് മോഡൽ വെർബായി യൂസ് ചെയ്യാം, റെഗുലർ സാധാരണ ഒരു വെർബായി യൂസ് ചെയ്യാം. മോഡൽ വെർബായി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ നമ്മൾ ഡു ഉപയോഗിക്കില്ല.
പക്ഷെ സാധാരണ വെർബായി നീഡിനെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡൂവും ഡസും ഉപയോഗിക്കും. ഇങ്ങനെ ഡൂവും ഡസും ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിലാണ് നീഡിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യുന്നത്. മോഡൽ വെർബായി ഉപയോഗിക്കുമ്പോൾ നമ്മൾ സാധാരണ മറ്റു മോഡൽ വെർബ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുക? നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ആ മോഡൽ വെർബിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വയ്ക്കുക, അങ്ങനെയല്ലേ ചെയ്യുക? ഐ വിൽ ഗോ എന്നതിന്റെ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത് വിൽ ഐ ഗോ എന്നാണ്. നമ്മൾ ജസ്റ്റ് ആ വില്ലിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചു. നീഡിനെ നമ്മൾ മോഡൽ വെർബായി യൂസ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. ആ നീഡിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നിൽ വെച്ചാൽ മതി. നീഡ് ഐ ലീവ് നൗ, ഞാൻ ഇപ്പോൾ പോകണം. പക്ഷേ വില്ലിനെ നമുക്ക് റെഗുലർ വെർബായി യൂസ് ചെയ്യാൻ പറ്റില്ല. നീഡിനെ നമുക്ക് റെഗുലർ വെർബായും യൂസ് ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ ഡു ഉപയോഗിക്കും, അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ റെഗുലർ വെർബായി നീഡ് യൂസ് ചെയ്യുമ്പോൾ അതിനുശേഷം വരുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല. വില്ലിന് ശേഷം നമ്മൾ ഒരിക്കലും ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കില്ല. വില്ലിനോ ഷോളിനോ ഷുഡിനൊക്കെ ശേഷം യു ഷുഡ് ഗോ, ഐ വിൽ ഗോ, അങ്ങനെയാണ് നമ്മൾ പറയുക. യു ഷുഡ് ടു ഗോ എന്ന് പറയില്ല. നീഡ് ഇതിനൊരു എക്സെപ്ഷൻ ആണ്. അതിനെ നമുക്ക് മോഡൽ വെർബായും യൂസ് ചെയ്യാം, റെഗുലർ വെർബായും യൂസ് ചെയ്യാം. മോഡൽ വെർബായി നമ്മൾ ഇതിനെ മെയിൻലി ക്വസ്റ്റ്യൻസിലും നെഗറ്റീവ്സിലുമാണ് യൂസ് ചെയ്യുന്നത്. അഫർമേറ്റീവ് സെന്റൻസസിൽ നമ്മൾ ഇതിനെ പൊതുവെ റെഗുലർ വെർബായാണ് യൂസ് ചെയ്യാറ്. നീ സമയത്ത് വരണം. ഒരാളൊരു കാര്യം ചെയ്യണം, ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ ആശയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മോഡൽ വെർബാണ് മസ്റ്റ്. നീ സമയത്ത് വരണം എന്ന് പറയുമ്പോൾ വരിക എന്നതിന് കം. സമയത്ത്, ഓൺ ടൈം, ഏത് സമയമാണോ പറഞ്ഞിരിക്കുന്നത് ആ സമയത്ത് വരണം എന്നതിന് പറയാൻ നമ്മൾ ഓൺ ടൈം എന്നാണ് പറയുക. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവസാന നിമിഷത്തിന് മുമ്പ്. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ് ഒരു പരിപാടി തുടങ്ങുന്നതെങ്കിൽ അത് 6 മണിക്ക് തന്നെ ആ പരിപാടി തുടങ്ങുന്നതിനാണ് നമ്മൾ പറയുക ആ പരിപാടി ഓൺ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന്. നമുക്കിവിടെ പറയേണ്ടത് നീ സമയത്ത് വരണം എന്നാണ്. ഈ ആശയം നമുക്ക് പല വേർബ്സ് ഉപയോഗിച്ച് പറയാം. നമുക്കിത് മസ്റ്റ് ഉപയോഗിച്ച് പറഞ്ഞു നോക്കാം. യു മസ്റ്റ് കം ഓൺ ടൈം. നീ സമയത്ത് വരണം. ഹാവ് ടു ഉപയോഗിച്ച് നമുക്ക് പറയാം യു ഹാവ് ടു കം ഓൺ ടൈം. ഷുഡ് ഉപയോഗിച്ച് നമുക്കിത് പറയാം യു ഷുഡ് കം ഓൺ ടൈം. ഇതിനെല്ലാം മീനിങ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. മസ്റ്റിന് ഏകദേശം ഈക്വലായ മീനിങ് ഉള്ള എക്സ്പ്രഷൻ ഹാവ് ടു ആണ്. ഷുഡ് എന്ന് പറയുമ്പോൾ അത്ര നിർബന്ധമില്ല. ഞാൻ പറഞ്ഞല്ലോ, മസ്റ്റ് എന്ന് പറയുമ്പോൾ നീ ഒരു കാര്യം ചെയ്യണം എന്ന് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് പറയുമ്പോൾ അതിനർത്ഥം ചെയ്തിട്ടില്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്നാണ്. ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും ഏകദേശം സിമിലർ മീനിങ് ആണ്. ഷുഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അങ്ങനെ ഒരു അർത്ഥമില്ല. അതിനർത്ഥം നീ അത് ചെയ്യുകയാണെങ്കിൽ നന്ന്, നീ അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം, പക്ഷെ ചെയ്തിട്ടില്ലെങ്കിലും കാര്യമായ കുഴപ്പമൊന്നും ഇല്ല എന്നാണ് ഷുഡിനർത്ഥം. നീഡിന് പറയുമ്പോൾ ഏകദേശം മസ്റ്റിൻ്റെ ഒരു മീനിങ് തന്നെയാണ്, പക്ഷെ പൂർണ്ണമായും അങ്ങനെയല്ല. മസ്റ്റാണ് ഇതിൽ ഏറ്റവും സ്ട്രോങ് ആയത്. മസ്റ്റും അതുപോലെ തന്നെ ഹാവ് ടു. ഇനി നമുക്ക് നീ സമയത്ത് വരാൻ തുടങ്ങണം. അതെങ്ങനെയാ പറയുന്നത്? തുടങ്ങണം, യു മസ്റ്റ് സ്റ്റാർട്ട്. വരാൻ നമുക്കിത് 2 രീതിയിൽ പറയാം. നമുക്ക് ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കാം, ടു കം എന്ന് പറയാം, അല്ലെങ്കിൽ കമ്മിങ് ING ഫോം, അതും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓൺ ടൈം, യു മസ്റ്റ് സ്റ്റാർട്ട് കമ്മിങ് ഓൺ ടൈം, അല്ലെങ്കിൽ യു മസ്റ്റ് സ്റ്റാർട്ട് ടു കം ഓൺ ടൈം. നമ്മൾ ചില വേർബ്സിന് ശേഷം നമുക്ക് ടു ഇൻഫിനിറ്റീവും ഉപയോഗിക്കാം, ING ഫോമും യൂസ് ചെയ്യാം. ഒരേ മീനിങ് തന്നെ. പക്ഷെ എല്ലാ വേർബ്സിന്റെ കൂടെയും നമുക്ക് ഇങ്ങനെ സാധിക്കില്ല. ചില വേർബ്സിന് ശേഷം നമ്മൾ ഇൻഫിനിറ്റീവ് തന്നെ യൂസ് ചെയ്യണം, ചിലതിന് ശേഷം നമ്മൾ ING ഫോം തന്നെ യൂസ് ചെയ്യണം. ഇത് നമ്മൾ കോമൺ ആയി ഉപയോഗിക്കുന്ന വേർബ്സിന് ശേഷം ഏതെല്ലാം സ്ട്രക്ചേഴ്സ് ആണ് വരിക എന്ന് നമുക്ക് അറിഞ്ഞിരിക്കാനാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ കോമൺ ആയ പല വേർബ്സിന്റെയും യൂസ് പഠിക്കും. ഇന്ന് അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സ്റ്റാർട്ട് എന്ന വെർബിന് ശേഷം നമുക്ക് ING ഫോമും ഇൻഫിനിറ്റീവും ഒരേ മീനിങ്ങിൽ യൂസ് ചെയ്യാം. നമുക്ക് ഇതിനെ തന്നെ ഹാവ് ടുവും നീഡും എല്ലാം ഉപയോഗിച്ച് പറയാവുന്നതാണ്. യു നീഡ് ടു സ്റ്റാർട്ട് കമ്മിങ് ഓൺ ടൈം, യു ഹാവ് ടു സ്റ്റാർട്ട് കമ്മിങ് ഓൺ ടൈം, അങ്ങനെയും നമുക്ക് പറയാം. നീ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയും. ചെയ്യണം എന്ന് പറയാൻ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കും. ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക മസ്റ്റ് നോട്ട് ആണ്. കള്ളം പറയുക ലൈ, മോഷ്ടിക്കുക സ്റ്റീൽ. അപ്പോൾ ഇതെങ്ങനെയാണ് പറയുന്നത്? യു മസ്റ്റ് നോട്ട് ലൈ ഓർ സ്റ്റീൽ. നീ കള്ളം പറയുകയോ മോഷ്ടിക്കുകയോ ചെയ്യരുത്. ഡോർ ബെൽ കേൾക്കുന്നുണ്ട്. ഐ ക്യാൻ ഹിയർ ദ ഡോർ ബെൽ എന്നൊന്നും പറയണ്ട. ദർ ഈസ് ദ ഡോർ ബെൽ, അത് മാത്രം പറഞ്ഞാലും മതി. ദർ ഈസ് ദ ഡോർ ബെൽ. ഡോർ ബെൽ കേൾക്കുന്നുണ്ട്, ഡോർ ബെൽ അടിക്കുന്നുണ്ട് എന്നർത്ഥം. അത് കേൾക്കുമ്പോൾ മറ്റേയാൾ പറയുന്നത് അത് നിന്റെ അച്ഛൻ ആയിരിക്കും എന്നാണ്. നമ്മളിവിടെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യാണ്. അങ്ങനെ സംഭവിക്കാൻ ഒരുപാട് സാധ്യതയുണ്ട് എന്നൊരു ഉറപ്പിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഈ ആശയം അവതരിപ്പിക്കാനും നമ്മൾ മസ്റ്റ് ഉപയോഗിക്കും ഇംഗ്ലീഷിൽ. മസ്റ്റ് എന്ന് പറയുമ്പോൾ അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്ന് പറയാൻ മാത്രമല്ല, അതങ്ങനെ ആയിരിക്കും, ആവണം, ഇതെല്ലാം പറയുന്നതിനും നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പം അത് നിന്റെ അച്ഛനായിരിക്കും എന്നെങ്ങനെയാണ് പറയുന്നത്? ദാറ്റ്
മസ്റ്റ് ബി യുവർ ഡാഡ്, അത് നിന്റെ അച്ഛൻ ആയിരിക്കും. ഞാൻ അങ്ങനെ പറയുമ്പോൾ ദാറ്റ് മസ്റ്റ് ബി യുവർ ഡാഡ് അല്ലെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി യുവർ ഡാഡ് എന്ന് പറയുമ്പോൾ എനിക്കത് ഏകദേശം 90% 99% ഉറപ്പാണ് അത് നിന്റെ അച്ഛനാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് നമ്മളിവിടെ മസ്റ്റ് ഉപയോഗിക്കുന്നത്. ദാറ്റ് ഷുഡ് ബി യുവർ ഡാഡ് എന്ന് പറയുമ്പോൾ അച്ഛനാവേണ്ടതാണ് എന്നാണ്. അത്ര തന്നെ ഉറപ്പല്ല, പക്ഷെ ആവാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നർത്ഥം. ദാറ്റ് മേ ബി യുവർ ഡാഡ് എന്ന് പറയുമ്പോഴോ അങ്ങനെ ആയേക്കാം, നമ്മൾ വലിയൊരു ഉറപ്പല്ല അവിടെ പറയുന്നത്. അപ്പൊ ദാറ്റ് മസ്റ്റ് ബി യുവർ ഡാഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പാണ് അത് നിന്റെ അച്ഛനാണ് എന്ന് ആ അർത്ഥത്തിലാണ് നമ്മളിവിടെ മസ്റ്റ് ഉപയോഗിക്കുന്നത്. മസ്റ്റിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് യൂസ് ആണിത്. നമ്മളിങ്ങനെ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നതിന് വേണ്ടി മസ്റ്റ് ഉപയോഗിക്കും. അതായത് ഒരു കാര്യം ചെയ്യണമെന്ന് പറയാൻ വേണ്ടി മാത്രമല്ല, അതങ്ങനെ ആയിരിക്കും, അങ്ങനെ ആവണം, അതെല്ലാം പറയുന്നതിനും നമ്മൾ മസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. കർട്ടന് പിന്നിൽ എന്തോ ഉണ്ട്. ഇവിടെ നമുക്ക് പ്രോപ്പറായ ഒരു സബ്ജക്റ്റ് ഇല്ല, കർട്ടൻ ഇവിടുത്തെ സബ്ജക്റ്റ് അല്ല. അപ്പൊ ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ട് എന്ന് പറയാൻ നമ്മൾ ദർ ആണ് ഉപയോഗിക്കുക. ദർ ഈസ് എ ബുക്ക് ഓൺ ദ ടേബിൾ, ദർ ഈസ് എ ക്യാറ്റ് ഓൺ ദ പിയാനോ, അങ്ങനെയല്ലേ നമ്മൾ പറയാം. പിയാനോയ്ക്ക് മുകളിൽ ഒരു പൂച്ചയുണ്ട് എന്ന് പറയണമെങ്കിൽ നമ്മൾ പറയുക എ ക്യാറ്റ് ഈസ് ഓൺ ദ പിയാനോ എന്ന് പറയുന്നതിൽ കൂടുതൽ സാധ്യത ദർ ഇസ് എ ക്യാറ്റ് ഓൺ ദ പിയാനോ എന്നാണ്. നമ്മളിങ്ങനെ ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് പറയാൻ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് പറയേണ്ടത് ഇങ്ങനെയാണ്: കർട്ടന് പിറകിൽ എന്തോ ഉണ്ട്. ദർ ഈസ് എന്തോ, സംതിങ്, പിന്നിൽ, ബിഹൈൻഡ് ദ കർട്ടൻ. ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ദ കർട്ടൻ. കർട്ടന് പിന്നിൽ എന്തോ ഉണ്ട്, അത് ആ പൂച്ചയായിരിക്കും. അത് കേൾക്കുന്നയാൾ പറയുന്നത് പൂച്ചയായിരിക്കും എന്നാണ്. അയാൾക്ക് ഏകദേശം ഉറപ്പാണ് അത് പൂച്ച തന്നെയാണ് എന്ന്. അപ്പം അതെങ്ങനെയാ പറയുന്നത്? ഇറ്റ് മസ്റ്റ് ബി ദ ക്യാറ്റ്, അത് ആ പൂച്ചയായിരിക്കും. ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ ഇവർ സംസാരിക്കുന്ന ഇവർക്ക് അറിയാവുന്ന ഒരു പൂച്ചയെ കുറിച്ചാണ് എന്നാണ് അതിനർത്ഥം. ഇവർ വളർത്തുന്ന പൂച്ചയായിരിക്കാം. ഇറ്റ് മസ്റ്റ് ബി എ ക്യാറ്റ് എന്നാണ് പറയുന്നതെങ്കിലോ അതിനർത്ഥം അത് ഒരു പൂച്ചയാണ്. ഏത് പൂച്ചയും ആവാം, ഏതെങ്കിലും ഒരു പ്രത്യേക പൂച്ച എന്ന അർത്ഥമില്ല. നമ്മൾ ദായും എയും ഉപയോഗിക്കുന്നതിലുള്ള ഡിഫറൻസ് അതാണ്. ദ ക്യാറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു പ്രത്യേക പൂച്ചയെ കുറിച്ചാണ്. ഞാൻ ആരെക്കുറിച്ചാണോ പറയുന്നത് അത് കേൾക്കുന്നയാളിന് അറിയാം. അങ്ങനെ വരുന്ന കോണ്ടെക്സ്റ്റുകളിലാണ് നമ്മൾ ദ ഉപയോഗിക്കുക. മറിച്ച് ആരായാലും കുഴപ്പമില്ല, ഏതോ ഒരു പൂച്ച എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുക എ ക്യാറ്റ് എന്നാണ്. ഡോറിന്റെ അവിടെ ആരോ ഉണ്ട്. ഡോറിന്റെ അവിടെ, ഡോറിന്റെ മുന്നിൽ, അറ്റ് ദ ഡോർ, ആരോ ഉണ്ട്. നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്മൾ ദർ ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദർ ഈസ് ആരോ, സംബടി, അറ്റ് ദ ഡോർ. ഡോറിന്റെ അവിടെ, ഡോറിന്റെ സമീപത്ത് ആരോ ഉണ്ട് എന്നർത്ഥം. ദർ ഈസ് സംബഡി ഇൻ ഫ്രണ്ട് ഓഫ് ദ ഡോർ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് തന്നെയാണ്. ദർ ഈസ് സംബഡി നിയർ ദ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിന് അടുത്ത് ആരോ ഉണ്ട് എന്നർത്ഥം. നമ്മൾ പൊതുവെ ഡോറിന് മുന്നിൽ, ഡോറിന് അടുത്ത് എന്നെല്ലാ അർത്ഥത്തിൽ നമ്മൾ അറ്റ് ദ ഡോർ എന്നാണ് പറയുക. ദർ ഈസ് സംബഡി അറ്റ് ദ ഡോർ. അത് ആരായിരിക്കും? ഇവിടെ നമ്മൾ ചോദിക്കുകയാണ് ചെയ്യുന്നത്, ആണ് എന്ന് പറയല്ല. അത് പോസ്റ്റ്മാൻ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം, ഇറ്റ് മസ്റ്റ് ബി ദ പോസ്റ്റ്മാൻ. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആണ്, ആരായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ മസ്റ്റ് അല്ല ഉപയോഗിക്കുക. അതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കുക ക്യാൻ ആണ്. ഹൂ ക്യാൻ ഇറ്റ് ബി, അത് ആരായിരിക്കും. ഹൂ മസ്റ്റ് ഇറ്റ് ബി എന്ന് ചോദിക്കരുത്, ഹൂ ക്യാൻ ഇറ്റ് ബി അങ്ങനെ തന്നെ വേണം ചോദിക്കാൻ. നമ്മളിങ്ങനെ ഒരു ലോജിക്കൽ പോസിബിലിറ്റിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യനിൽ അത് ആരായിരിക്കും എന്ന് മറ്റേ ആളോട് നമ്മൾ ചോദിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുക ക്യാൻ ആണ്. നീ പുറത്തു പോയിരുന്ന സമയത്ത് ഒരു സ്ത്രീ വിളിച്ചിരുന്നു. ഒരു സ്ത്രീ, എ വുമൺ, വിളിച്ചിരുന്നു, കഴിഞ്ഞുപോയ കാര്യമാണ്. കോൾഡ് അല്ലെങ്കിൽ ഫോണ്ട്. എ വുമൺ കോൾഡ്. നീ പുറത്തു പോയിരുന്ന സമയത്ത്, നീ പുറത്തു പോയിരുന്നു എന്നത് എങ്ങനെ പറയുന്നത്? യു വെന്റ് ഔട്ട് എന്ന് പറയാം. നമുക്കിവിടെ സിമ്പിളായി യു വേർ ഔട്ട്, നീ പുറത്തായിരുന്ന സമയത്ത് എന്ന അർത്ഥത്തിൽ. നീ പുറത്തായിരുന്ന സമയത്ത്, വെൻ യു വേർ ഔട്ട്. എ വുമൺ കോൾഡ് വെൻ യു വേർ ഔട്ട് അല്ലെങ്കിൽ വൈൽ യു വേർ ഔട്ട്. നമുക്കിവിടെ രണ്ട് കൺജങ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. വൈൽ ഉപയോഗിക്കാം, വെൻ ഉപയോഗിക്കാം. എ വുമൺ ഫോണ്ട് വൈൽ യു വേർ ഔട്ട്. നീ പുറത്തായിരുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്ത് പോയിരുന്ന സമയത്ത് ഒരു സ്ത്രീ വിളിച്ചിരുന്നു. ഇത് കഴിഞ്ഞു പോയൊരു കാര്യമാണ് കേട്ടോ. അപ്പൊ കഴിഞ്ഞു പോയ ഒരു കാര്യത്തിനെ കുറിച്ചുള്ള ഒരു കൺക്ലൂഷനാണ് നമുക്കിവിടെ പറയേണ്ടത്. അതായത് അതങ്ങനെ ആ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ത്രീ ആയിരുന്നിരിക്കാം. ആയിരിക്കാം എന്നല്ല നമ്മൾ പറയുന്നത്, ആയിരുന്നിരിക്കാം എന്നാണ്. ഇറ്റ് മസ്റ്റ് ബി യുവർ ഡാഡ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? അത് നിന്റെ അച്ഛൻ ആയിരിക്കും എന്നാണ്. നമ്മളിപ്പോൾ പ്രസന്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് അവിടെ സംസാരിക്കുന്നത്. ഇവിടെ നമുക്ക് പറയേണ്ടത് ആയിരുന്നിരിക്കാം എന്നാണ്. ഞാൻ എഴുതിയത് ആയിരിക്കും എന്ന് തന്നെയാണ്, പക്ഷെ ഉദ്ദേശിക്കുന്നത് അതാണ്, ആയിരുന്നിരിക്കാം. ആ മീനിങ്ങിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് മാത്രമല്ല, നമുക്ക് മസ്റ്റിന്റെ കൂടെ വേറെയും ഒന്ന് രണ്ട് വാക്കുകൾ ഉപയോഗിക്കണം. നമ്മളത് ഇങ്ങനെ പറയാം: ഇറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഗൗരി, അത് ഗൗരി ആയിരുന്നിരിക്കാം. ഇറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഗൗരി, അത് ഗൗരി ആയിരുന്നിരിക്കാം. ദാറ്റ് മസ്റ്റ് ബി ഗൗരി എന്ന് പറഞ്ഞാൽ അത് ഗൗരി ആണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ചുള്ള ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുകയാണ് ദാറ്റ് മസ്റ്റ് ബി എന്ന് പറയുന്നത്.
ഇത് പാസ്റ്റിൽ ഫോൺ ചെയ്ത സ്ത്രീ ഗൗരി ആയിരുന്നിരിക്കാം എന്ന് പറയാനാണ് നമ്മളിവിടെ ദാറ്റ് മസ്റ്റ് ഹാവ് ബീൻ ഗൗരി എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റിലുള്ള ഒരു പോസിബിലിറ്റിയെ കുറിച്ച് പറയാൻ, ഒരു സെർട്ടനിറ്റിയെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് മാത്രമല്ല മസ്റ്റ് ഹാവ് ബീൻ ആണ്. പ്രസന്റിലുള്ളതിനെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്നത് മസ്റ്റ് ബി ആണ്. അവൾ ഇപ്പോൾ വീട്ടിൽ ഉണ്ടാകും. വില്ല് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം, പക്ഷേ ഈ ക്ലാസ് വില്ലിനെ കുറിച്ചുള്ളതല്ല. നമുക്കിത് മസ്റ്റ് ഉപയോഗിച്ചും പറയാവുന്നതാണ്. ഷീ മസ്റ്റ് ബി അറ്റ് ഹോം നൗ. അവൾ ഇപ്പോൾ വീട്ടിലുണ്ടാവും. ഷീ മസ്റ്റ് ബി അറ്റ് ഹോം നൗ. ഇനി നമ്മളിത് ഷുഡ് ഉപയോഗിച്ചാണ് പറയുന്നതെങ്കിലോ അതിനർത്ഥം നമുക്ക് അത്ര ഉറപ്പില്ല എന്നാണ്. ഷീ ഷുഡ് ബി അറ്റ് ഹോം നൗ. ഏകദേശം സിമിലർ ആണ് മീനിങ്, വലിയൊരു വ്യത്യാസമില്ല. പക്ഷെ എന്നാൽ കൂടി മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് ഉറപ്പാണ് എന്നൊരു മീനിങ് അതിനുണ്ട്. ഷുഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ ഒരു സാധ്യതയെ കുറിച്ചാണ് പറയുന്നത്. നീ നാളെ രാവിലെ 8 മണിക്ക് മുമ്പ് ഇവിടെ ഉണ്ടാവണം. നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് പറയുകയാണ്. അതിന് നമ്മൾ ഏത് ഓക്സിലറി യൂസ് ചെയ്യാം, ഏത് മോഡൽ വെർബ യൂസ് ചെയ്യാം? മസ്റ്റ് ആണ് ഉപയോഗിക്കാം. സബ്ജക്റ്റ് നീയാണ്. യു മസ്റ്റ് ബി ഇവിടെ ഹിയർ 8 മണിക്ക് മുമ്പ്. ബിഫോർ 8 o'clock ടുമോറോ. യു മസ്റ്റ് ബി ഹിയർ ബിഫോർ 8 o'clock ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ നീ ഇവിടെ 8 മണിക്ക് മുമ്പിൽ ഉണ്ടായിരിക്കണം. ഗേറ്റിന് മുന്നിൽ പാർക്ക് ചെയ്യരുത്. ഗേറ്റിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നർത്ഥം. ഗേറ്റിന് മുന്നിൽ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഇവിടെ സബ്ജക്റ്റ് എഴുതിയിട്ടില്ല, പക്ഷെ സബ്ജക്റ്റ് യു ആണ്. നമ്മളിങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അത് ആരോടാണോ പറയുന്നത് അവർ തന്നെയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇത് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ചെയ്താൽ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവും എന്ന അർത്ഥത്തിൽ. അതിന് നമ്മൾ ഉപയോഗിക്കാൻ മസ്റ്റ് ആണ്. യു മസ്റ്റ് നോട്ട് പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ഗേറ്റിന് മുന്നിൽ വാഹനം പാർക്ക് ചെയ്യരുത്. മസ്റ്റ് നോട്ട് എന്നതിനെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യാം മസിൻ എന്നാണ്. യു മസിൻ പാർക്ക് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഗേറ്റ്. ആ ട്രെയിൻ കിട്ടണമെങ്കിൽ നീ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം. ട്രെയിൻ കിട്ടുക, ക്യാച്ച് ദ ട്രെയിൻ. കിട്ടണമെങ്കിൽ, ഇഫ് യു വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ, നീ ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഹറി എന്നൊരു വെർബ് മാത്രം ഉപയോഗിച്ചാൽ മതി. യു മസ്റ്റ് ഹറി. യു മസ്റ്റ് ഹറി ഇഫ് യു വാണ്ട് ടു ക്യാച്ച് ദ ട്രെയിൻ, അല്ലെങ്കിൽ ദാറ്റ് ട്രെയിൻ. ആ ട്രെയിൻ കിട്ടണമെങ്കിൽ നീ അല്പം തിരക്ക് പിടിച്ച് ധൃതിയിൽ കാര്യങ്ങൾ ചെയ്യണം. യു മസ്റ്റ് ഹറി ഇഫ് യു വാണ്ട് ടു ക്യാച്ച് ദാറ്റ് ട്രെയിൻ. നീ ശബ്ദം ഉണ്ടാക്കരുത്. യു മസ്റ്റ് നോട്ട് മേക്ക് എ നോയ്സ്. എനി നോയ്സ് എന്നും പറയാം. മേക്ക് നോയ്സ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. മേക്കിന് ശേഷം നമ്മൾ ഒന്നുകിൽ എ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ എനി എന്ന ഒരു ഡിറ്റർമിനർ ഉപയോഗിക്കും. യു മസ്റ്റ് നോട്ട് മേക്ക് എ നോയ്സ്. നീ ശബ്ദം ഉണ്ടാക്കരുത്. വേണ്ടത്ര സമയമുണ്ട്. നിനക്ക് സമയം വേണ്ടത്ര ഉണ്ട് എന്നർത്ഥം. ഇതെങ്ങനെയാ പറയുന്നത്? ഉണ്ട്, ഹാവ്. യു ഹാവ് പ്ലെന്റി ഓഫ് ടൈം. വേണ്ടത്ര സമയം, ഇഷ്ടം പോലെ സമയം എന്നർത്ഥം. പ്ലെന്റി ഓഫ് ടൈം, വേണ്ടത്ര സമയം എന്ന് പറയുമ്പോൾ ഇനഫ് ടൈം എന്നാണ്. ധാരാളം സമയം ഉണ്ട് എന്ന അർത്ഥത്തിൽ നമുക്ക് പ്ലെന്റി ഓഫ് ടൈം എന്ന് പറയാം. യു ഹാവ് ഗോട്ട് പ്ലെന്റി ഓഫ് ടൈം, അല്ലെങ്കിൽ യു ഹാവ് പ്ലെന്റി ഓഫ് ടൈം. തിരക്ക് പിടിക്കേണ്ട കാര്യമില്ല. സമയം ആവശ്യത്തിനുണ്ട്, അതുകൊണ്ട് തന്നെ ധൃതിയിലൊന്നും ചെയ്യേണ്ട എന്നാണ് പറയുന്നത്. നമ്മളൊരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ മസ്റ്റ് ആണ് ഉപയോഗിക്കുക, അല്ലെ? യു മസ്റ്റ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ പോവരുത് എന്നാണ്. പോവേണ്ടതില്ല എന്നാണ് നമുക്കിവിടെ പറയേണ്ടത്. ചെയ്യേണ്ടതില്ല, തിരക്ക് പിടിക്കേണ്ടതില്ല എന്നാണ് പറയേണ്ടത്. അതിന്, അതായത് ഒരു ലാക്ക് ഓഫ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ ലാക്ക് ഓഫ് നെസസിറ്റിയാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുക മസ്റ്റ് നോട്ട് അല്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുക നീഡ് നോട്ട് ആണ്. യു മസ്റ്റ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ നീ പോവരുത് എന്നാണ്. യു നീഡ് നോട്ട് ഗോ എന്ന് പറഞ്ഞാൽ നീ പോവേണ്ടതില്ല എന്നാണ്. ഇവിടെ നമുക്ക് പറയേണ്ടത് തിരക്ക് പിടിക്കേണ്ടതില്ല എന്നാണ്. അതെങ്ങനെയാ പറയുന്നത്? യു മസ്റ്റ് നോട്ട് ഹറി എന്നല്ല നമ്മൾ പറയുക. യു നീഡ് നോട്ട് ഹറി. നീ തിരക്ക് പിടിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. യു ഹാവ് ഗോട്ട് പ്ലെന്റി ഓഫ് ടൈം. യു നീഡ് നോട്ട് ഹറി. നീഡ് നോട്ട് എന്നതിന്റെ ഷോർട്ട് ഫോം ആണ് നീഡിൻറ്റ്. ഹറി എന്ന് പറഞ്ഞാൽ നമ്മൾ ധൃതിപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് നമ്മൾ ഹറി എന്ന വെർബ് യൂസ് ചെയ്യുക. റഷ് എന്ന വെർബിന്റെയും മീനിങ് ഏകദേശം ഇത് തന്നെയാണ്. നമുക്കിനി ഇതിനെ യു നീഡ് ഇൻ ഹറി എന്നതിനെ നമുക്ക് ഡു ഉപയോഗിച്ചും പറയാം. അതെങ്ങനെയാണ് പറയുക? യു ഡോണ്ട് നീഡ് ടു ഹറി. ഇത് നമ്മൾ നീഡ് എന്ന വെർബ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നീഡ് എന്ന വെർബ് നമ്മൾ മോഡൽ ഓക്സിലറി വെർബായി യൂസ് ചെയ്യാറുണ്ട്. അതിനെ നമ്മളൊരു റെഗുലർ വെർബായും യൂസ് ചെയ്യാറുണ്ട്. അതായത് ഒരു സാധാരണ മറ്റു വെർബ്സിന്റെ പോലെയും നമ്മൾ നീഡ് എന്ന വെർബിനെ യൂസ് ചെയ്യാറുണ്ട്. ഇത് മോഡൽ ഓക്സിലറി വെർബായി യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിന് ശേഷം ഉപയോഗിക്കുക ടു ഇല്ലാത്ത V1 ആണ്. പക്ഷേ നീഡ് ഒരു സാധാരണ വെർബായി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നീഡിന് ശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. അതായത് നമ്മൾ യു നീഡ് ടു എറ്റ് എന്നാണ് പറയുക. നിങ്ങൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്. നിങ്ങൾക്ക് നീഡിനെ മോഡൽ വെർബായി യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ വെർബായി യൂസ് ചെയ്യാം. പക്ഷെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച്
നിങ്ങൾ ക്വസ്റ്റ്യനിലും നെഗറ്റീവ്സും നിർമ്മിക്കുന്നതിലും വ്യത്യാസം വരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത എക്സാമ്പിളിൽ മനസ്സിലാവും. അപ്പോൾ ഇവിടെ യു നീഡ് ഇൻ ഹറി എന്നതിന് നമ്മളിവിടെ ആ സെന്റൻസിൽ നീഡിനെ മോഡൽ വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ നീഡ് സാധാരണ ഒരു വെർബായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡു അല്ലെങ്കിൽ ഡസ് ഉപയോഗിക്കും, അല്ലേ? ഒരു സാധാരണ വെർബിന്റെ കൂടെ നമ്മൾ ക്വസ്റ്റ്യനും നെഗറ്റീവും ഉണ്ടാക്കാൻ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡുവോ ഡസോ ഉപയോഗിക്കും. നീഡിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നീഡിനെ സാധാരണ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫോം യു നീഡ് നോട്ട് വറി അല്ല, യു ഡു നോട്ട് നീഡ് ടു വറിയാണ്. അതിനുശേഷം വന്നിട്ടുള്ള നീഡിന് ശേഷം വന്നിട്ടുള്ള ടു ഇൻഫിനിറ്റീവ് ആണ്. അതുപോലെ തന്നെ നീഡിന് മുന്നിൽ നമ്മൾ ഡോണ്ട് ഉപയോഗിച്ചാണ് അതിനെ നെഗറ്റീവ് ആക്കിയത്. യു നീഡ് നോട്ട് ഹറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ നീഡിന് ശേഷം ജസ്റ്റ് നോട്ട് ഉപയോഗിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം പിന്നെ വന്നത് ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പലപ്പോഴും കൺഫ്യൂഷന് കാരണമാവാറുണ്ട്. നിങ്ങൾ നീഡിനെ മോഡൽ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ അതിനുശേഷം നോട്ട് ഉപയോഗിച്ചാൽ മാത്രം മതി, പിന്നെ ടു ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യരുത്. നിങ്ങൾ നീഡിനെ സാധാരണ വെർബായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡോണ്ട് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഡസൻറ്റ് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നീഡിന് ശേഷം ഉപയോഗിക്കേണ്ടത് ടു ഇൻഫിനിറ്റീവ് ആണ്. യു നീഡ് ഇൻ ഹറി എന്ന് പറഞ്ഞാലും യു ഡോണ്ട് നീഡ് ടു ഹറി എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. നിനക്ക് പോവാം, യു ക്യാൻ ഗോ. നീ കാത്തു നിൽക്കേണ്ടതില്ല. നീ കാത്തു നിൽക്കരുത് എന്ന് പറയാൻ നമ്മൾ മസ്റ്റ് നോട്ട് ആണ് ഉപയോഗിക്കുക. യു മസ്റ്റ് നോട്ട് വെയിറ്റ്. ഇവിടെ നമുക്ക് പറയേണ്ടത് കാത്തു നിൽക്കേണ്ടതില്ല എന്നാണ്. അങ്ങനെ ഒരു ആവശ്യമില്ല എന്നാണ് പറയേണ്ടത്. അതിന് നമ്മൾ എന്താ ഉപയോഗിക്കുക? യു നീഡ് നോട്ട് വെയിറ്റ്. അല്ലെങ്കിൽ എന്ത് പറയാം നമുക്ക്? യു ഡോണ്ട് നീഡ് ടു വെയിറ്റ്. അങ്ങനെയും പറയാവുന്നതാണ്. യു നീഡ് നോട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാലും യു ഡോണ്ട് നീഡ് ടു വെയിറ്റ് എന്ന് പറഞ്ഞാലും ഒരേ മീനിങ് തന്നെയാണ്. സ്ട്രക്ചർ ഡിഫറെന്റ് ആണ്. നീ ഇത്ര അധികം ഭക്ഷണം ഉണ്ടാക്കേണ്ടിയിരുന്നില്ല. ഉണ്ടാക്കേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. ഭക്ഷണം ആവശ്യത്തിലധികം പാചകം ചെയ്തു, കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ നിയർ ഫ്യൂച്ചറിനെ കുറിച്ചാണ്. പക്ഷെ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞു പോയൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നീഡ് നോട്ട് മാത്രം ഉപയോഗിച്ചാൽ പോരാ. അതിന് പകരം നമ്മൾ നീഡ് നോട്ടിന് ശേഷം ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഇത്രയധികം ഭക്ഷണം, സോ മച്ച് ഫുഡ്. ഭക്ഷണം ഉണ്ടാക്കുന്നതിന് എന്ത് പറയാം? കുക്ക്. യു നീഡ് നോട്ട് ഹാവ് കുക്ക്ഡ് സോ മച്ച് ഫുഡ്. You need not have cooked so much food. You need not cook so much food എന്നാണ് പറയുന്നതെങ്കിൽ അതിനർത്ഥം നീ ഇത്രയധികം ഭക്ഷണം ഉണ്ടാക്കണ്ട എന്നാണ്. ഇവിടെ ഉണ്ടാക്കേണ്ടി ഇരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് സംഭവിച്ചു പോയൊരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്നിട്ട് അത് ചെയ്യേണ്ടിയിരുന്നില്ല. ആ ഐഡിയയാണ് നമുക്കിവിടെ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ്. നീഡ് നോട്ട് പ്ലസ് V1 നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റിനെ കുറിച്ച് പറയാനാണ്. നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നില്ല, അങ്ങോട്ട് പോവേണ്ടിയിരുന്നില്ല, അത് പറയേണ്ടിയിരുന്നില്ല, ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് നീഡ് നോട്ട് ഹാവ് പ്ലസ് V3. ആർക്കും വിശപ്പില്ലായിരുന്നു. ഇതൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നോബഡി വാസ് ഹംഗ്രി. അത്രയും പറഞ്ഞാൽ മതി. ആർക്കും വിശപ്പില്ലായിരുന്നു എന്ന മീനിങ് ആയി. നോബഡി ഒരു നെഗറ്റീവ് വേർഡാണ്. പിന്നെ അതിനകത്ത് വേറെ നെഗറ്റീവ് വാക്കുകളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ആർക്കും വിശപ്പില്ലായിരുന്നു എന്ന് പറയാൻ നോബഡി വാസ് ഹംഗ്രി അങ്ങനെ തന്നെ വേണം പറയാൻ. സംബഡി വാസ് നോട്ട് ഹംഗ്രി എന്നോ എനിബഡി വാസ് നോട്ട് ഹംഗ്രി എന്നോ ഒന്നും പറയരുത്. നോബഡി വാസ് ഹംഗ്രി. അവർ സുരക്ഷിതരായിരുന്നു. ദേ വർ സേഫ്. ഞാൻ ഇത്രയും വിഷമിക്കേണ്ടിയിരുന്നില്ല. ഞാൻ ഒരുപാട് വിഷമിച്ചു. ചെയ്യേണ്ടിയിരുന്നില്ല, പക്ഷെ ഞാൻ ഒരുപാട് വിഷമിച്ചു. കഴിഞ്ഞു പോയൊരു കാര്യമാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് എങ്ങനെയാ പറയാ? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞു പോയൊരു കാര്യം അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ്. വിഷമിക്കുക, വറി. ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഐ നീഡ് നോട്ട് ഹാവ് വറീഡ് സോ മച്ച്. ഞാൻ ഇത്രയും വിഷമിക്കേണ്ടിയിരുന്നില്ല. ഐ നീഡിൻ ഹാവ് വറീഡ് സോ മച്ച്. കഴിഞ്ഞുപോയ കാര്യത്തിനെ കുറിച്ച് പറയാനാണ് നീഡിൻ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. പ്രസന്റിനെ കുറിച്ച് പറയാൻ നീഡിൻ പ്ലസ് V1 ആണ് യൂസ് ചെയ്യുക. അവർ സുരക്ഷിതരായിരിക്കും. ദേ വിൽ ബി സേഫ്. നമ്മൾ പ്രസന്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദേ വിൽ ബി സേഫ് എന്ന് പറയുമ്പോൾ അവർ ഭാവിയിൽ സുരക്ഷിതരായിരിക്കും എന്നല്ല അതിനർത്ഥം. നമ്മൾ ഇവിടെ ഇരുന്ന് ഊഹിക്കുകയാണ്. അവർ നമ്മുടെ അടുത്തില്ല, പക്ഷെ അവരിപ്പോൾ സേഫ് തന്നെ ആയിരിക്കും. നമ്മളിങ്ങനെ ഫ്യൂച്ചർ ടെൻസ് വില്ല് ഉപയോഗിച്ച് നമ്മൾ പ്രസന്റിനെ കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ഇത് കഴിഞ്ഞ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ വില്ല് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാനല്ല. പലപ്പോഴും നമ്മൾ ഫ്യൂച്ചർ ടെൻസസ് യൂസ് ചെയ്യുന്നത് പ്രസന്റിനെ കുറിച്ച് ഊഹിച്ച് പറയുന്നതിന് വേണ്ടിയാണ്. ഇപ്പൊ ഇവിടെ ആണ് പറയുന്നത് അവർ സുരക്ഷിതരായിരിക്കും. ദേ വിൽ ബി സേഫ്. നീ ഇങ്ങനെ വിഷമിക്കേണ്ടതില്ല. ഇപ്പൊ വിഷമിക്കുന്നുണ്ട്, അത് ചെയ്യേണ്ടതില്ല എന്നാണ് പറയുന്നത്. അതെങ്ങനെയാ പറയുന്നത്? യു നീഡ് നോട്ട് വറി സോ മച്ച്. ദേ വിൽ ബി സേഫ്.
യു നീഡിൻ വറി സോ മച്ച്. നീ അവിടെ പോവേണ്ടിയിരുന്നില്ല, പോയി, പക്ഷെ ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. യു നീഡ് നോട്ട് ഹാവ് ഗോൺ ദർ. ഗോ എന്ന വെർബിന്റെ V3 ആണ് ഗോൺ. യു നീഡിൻ ഹാവ് ഗോൺ ദർ. യു മസ്റ്റ് നോട്ട് ഗോ ദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ അവിടെ പോവരുത് എന്നാണ്. യു നീഡ് നോട്ട് ഗോ ദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ അവിടെ പോവേണ്ടതില്ല എന്നാണ്. യു നീഡിൻ ഹാവ് ഗോൺ ദർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ പോവേണ്ടിയിരുന്നില്ല എന്നാണ്. പോയി, പക്ഷെ അത് ചെയ്യേണ്ടിയിരുന്നില്ല. അത് പറയാനാണ് നമ്മൾ നീഡിൻ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത്. എനിക്ക് അവിടെ പോവേണ്ട കാര്യമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ പോയോ പോയില്ലേ അതൊന്നും പറയുന്നില്ല, എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. ഞാൻ ഒരുപക്ഷെ പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോയിട്ടില്ലായിരിക്കാം, അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് പറയേണ്ടത്. ഇതിന് നമ്മൾ ഉപയോഗിക്കുക ഡിഡ് നോട്ട് ഉപയോഗിച്ച ഒരു സ്ട്രക്ചറാണ്. ഇതിങ്ങനെയാണ് നമ്മൾ പറയുന്നത്: ഐ ഡിഡിൻ നീഡ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോവേണ്ട കാര്യമില്ലായിരുന്നു. ഇവിടെ നമ്മൾ നീഡിനെ സാധാരണ വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ നമ്മൾ ഡിഡ് നോട്ട് ആണ് ഉപയോഗിച്ചത്. അതിനുശേഷം നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് നീഡിന് ശേഷം യൂസ് ചെയ്തിട്ടുള്ളത്. സാധാരണ നമ്മൾ മറ്റേത് വെർബും യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇവിടെ നമ്മൾ നീഡ് ഉപയോഗിച്ചിട്ടുള്ളത്. മോഡൽ വെർബ് ആയിട്ടല്ല ഇത് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എനിക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല എന്നാണ് പറയേണ്ടതെങ്കിലോ അതിന് നമ്മൾ പറയുക ഐ നീഡിൻ ഗോ ദർ എന്നാണ്. അല്ലെങ്കിൽ നമുക്ക് ഐ ഡോണ്ട് നീഡ് ടു ഗോ ദർ സാധാരണ വെർബായിട്ടും നമുക്ക് പറയാം. ഇവിടെ നമ്മൾ പോവേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ പോയിട്ടില്ലായിരിക്കാം. ഇനി പോയി, പക്ഷെ പോവേണ്ട കാര്യമില്ലായിരുന്നു എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക നീഡിൻ ഹാവ് പ്ലസ് V3 ആണ്. നമുക്ക് അടുത്ത എക്സാമ്പിൾ നോക്കിയാൽ അത് കുറച്ചുകൂടി നന്നായി മനസ്സിലാവും. ഈ സെന്റൻസസ് നോക്കൂ. ഐ നീഡിൻ ഗോ ദർ. അതിനർത്ഥം എന്താണ്? എനിക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല. ഇവിടെ നമ്മൾ നീഡിനെ മോഡൽ വെർബായിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ നീഡിന് ശേഷം നോട്ട് ഉപയോഗിച്ചു. അതുപോലെ തന്നെ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതേ അർത്ഥം തന്നെ നമുക്ക് നീഡിനെ സാധാരണ വെർബായി ഉപയോഗിച്ചും എക്സ്പ്രസ് ചെയ്യാം. നമുക്കിത് ഇങ്ങനെയും പറയാം: ഐ ഡോണ്ട് നീഡ് ടു ഗോ ദർ. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കാൻ ഡോണ്ട് ഉപയോഗിച്ചു. നീഡിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ട് സെന്റൻസിന്റെയും മീനിങ് ഒന്ന് തന്നെയാണ്. അർത്ഥം എനിക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ല എന്നാണ്. രണ്ടാമത്തെ സെന്റൻസ് ഐ ഡിഡിൻ നീഡ് ടു ഗോ ദർ. എനിക്ക് അവിടെ പോവേണ്ട ആവശ്യമില്ലായിരുന്നു. പോയോ പോയില്ലേ എന്ന് പറയുന്നില്ല, അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ നീഡിനെ ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണ വെർബായിട്ടാണ്. മോഡൽ വെർബായി നമുക്ക് ഈ മീനിങ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഡിഡ് നോട്ട് ഉപയോഗിച്ചാണ് നെഗറ്റീവ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടു ഇൻഫിനിറ്റീവ് ആണ് അതിനുശേഷം ഉപയോഗിച്ചിട്ടുള്ളത്. തേർഡ് സെന്റൻസിൽ ഐ നീഡിൻ ഹാവ് ഗോൺ ദർ. അതിനർത്ഥം എന്താണ്? പോവേണ്ട കാര്യമില്ലായിരുന്നു, പക്ഷേ ഞാൻ പോയി. രണ്ടാമത്തെ സെന്റൻസിൽ നമ്മൾ പോയോ പോയില്ലേ എന്ന് വ്യക്തമല്ല, പോവേണ്ട ആവശ്യമില്ലായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. മൂന്നാമത്തെ സെന്റൻസിൽ പറയുന്നത് പോവേണ്ട ആവശ്യമില്ലായിരുന്നു, പക്ഷേ പോയി എന്നാണ്. ഇതാണ് ഡിഡിൻ നീഡ് ടുവും നീഡിൻ ഹാവ് പ്ലസ് V3യും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക. നീ എൻ്റെ പ്ലാൻസിനെ കുറിച്ച് അവളോട് പറയരുത്, ചെയ്യരുത് എന്നാണ് പറയേണ്ടത്. യു മസ്റ്റ് നോട്ട് ടെൽ ഹെർ അബൌട്ട് മൈ പ്ലാൻസ്. എൻ്റെ പ്ലാൻസിനെ കുറിച്ച് നീ അവളോട് പറയരുത്. യു മസ്റ്റ് നോട്ട് ടെൽ ഹെർ. യു നീഡ് നോട്ട് ടെൽ ഹെർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ പറയേണ്ടതില്ല എന്നാണ്. മസ്റ്റ് നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രൊഹിബിറ്റ് ചെയ്യാനാണ്, ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനാണ്. നീഡ് നോട്ട് ഉപയോഗിക്കുന്നത് അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. എൻ്റെ പ്ലാൻസിനെ കുറിച്ച് നീ അവളോട് പറയേണ്ടതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നീഡ് നോട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. യു നീഡ് നോട്ട് ടെൽ ഹെർ അബൌട്ട് മൈ പ്ലാൻസ്. യു നീഡ് നോട്ട് ടെൽ ഹെർ അബൌട്ട് മൈ പ്ലാൻസ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? യു ഡോണ്ട് നീഡ് ടു ടെൽ ഹെർ അബൌട്ട് മൈ പ്ലാൻസ്. അങ്ങനെയും പറയാവുന്നതാണ്. യു നീഡ് നോട്ടിന് പകരം നമുക്ക് യു ഡോണ്ട് നീഡ് ടു അതും പറയാം. അവൾക്ക് നേരത്തെ തന്നെ അതെല്ലാം അറിയാം. ഷീ ഓൾറെഡി നോസ്. പ്ലാൻസിനെ കുറിച്ച് പറയേണ്ടതില്ല എന്നുള്ളതിന് കാരണം ഇതാണ്, അവൾക്ക് അറിയാവുന്ന കാര്യമാണ്, അതുകൊണ്ട് പറയേണ്ടതില്ല എന്നാണ് പറയുന്നത്. ഇനി ഇതൊന്ന് നോക്കൂ. എൻ്റെ പ്ലാൻസിനെ കുറിച്ച് നീ അവളോട് പറയേണ്ടിയിരുന്നില്ല, നീ പറഞ്ഞു, പക്ഷെ അത് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഒരു കാര്യം സംഭവിച്ചു, ചെയ്തു, പക്ഷെ ചെയ്യേണ്ടിയിരുന്നില്ല. അത് പറയാൻ നമ്മൾ നീഡ് നോട്ട് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. യു നീഡിൻ ഹാവ് ടോൾഡ് ഹെർ അബൌട്ട് മൈ പ്ലാൻസ്. എൻ്റെ പ്ലാൻസിനെ കുറിച്ച് നീ അവളോട് പറയേണ്ടിയിരുന്നില്ല, അവളത് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഐ ഡിഡിൻ വോണ്ട് ഹെർ ടു ഫൈൻഡ് ഔട്ട്. ഐ ഡിഡിൻ വോണ്ട് ഹെർ ടു ഫൈൻഡ് ഔട്ട്. അവളത് അറിയാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു എന്നർത്ഥം. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല, കാത്തു നിന്നു, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്നാണ് പറയുന്നത്. പാസ്റ്റിലുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ്.
യു നീഡ് നോട്ട് ഹാവ് വെയിറ്റഡ് ഫോർ മീ. നീ എനിക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. നീ തിരക്ക് പിടിക്കേണ്ടിയിരുന്നില്ല. യു നീഡിൻ ഹാവ് റഷ്ഡ്. നീ തിരക്ക് പിടിക്കേണ്ടിയിരുന്നില്ല. നിനക്ക് വേണ്ടത്ര സമയം എടുക്കാമായിരുന്നു. ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡ് ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഇത് ശ്രദ്ധിക്കുക, നമ്മളിത് ഒരുപാട് ഓക്സിലറി വെർബ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം ചെയ്യാമായിരുന്നു എന്ന് പറയാൻ നമ്മൾ കുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. ചെയ്യണമായിരുന്നു എന്ന് പറയാൻ നമ്മൾ ഷുഡ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കും. ഇതെല്ലാം പാസ്റ്റിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഷുഡ് ആയാലും കുഡ് ആയാലും ഇവിടെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഇയാൾ തിരക്ക് പിടിച്ച് എന്തൊക്കെയോ ഒക്കെ ചെയ്തു, പക്ഷെ അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, വേണ്ടത്ര സമയം എടുക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. അതിന് നമ്മളിത് ഇങ്ങനെയാണ് ഉപയോഗിക്കുക. യു കുഡ് ഹാവ് ടേക്കൺ യുവർ ടൈം. നിനക്ക് വേണ്ടത്ര സമയം നിനക്ക് എടുക്കാമായിരുന്നു. അയാൾ വേണ്ടത്ര സമയം എടുത്തില്ല, അയാൾ തിരക്ക് പിടിച്ച് കാര്യങ്ങൾ ചെയ്തു, പക്ഷെ അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പറയാനാണ് യു കുഡ് ഹാവ് ടേക്കൺ യുവർ ടൈം. നിനക്ക് വേണ്ടത്ര സമയം എടുക്കാമായിരുന്നു. ഇനി ഇവിടെ ഷുഡ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതിനർത്ഥം യു ഷുഡ് ഹാവ് ടേക്കൺ യുവർ ടൈം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിനക്ക് വേണ്ടത്ര സമയം എടുക്കണമായിരുന്നു എന്നാണ്. എടുക്കാമായിരുന്നു എന്നല്ല, എടുക്കണമായിരുന്നു എന്നാണ്. നീ ടാക്സി പിടിക്കേണ്ടിയിരുന്നില്ല, ടാക്സി വിളിക്കേണ്ടിയിരുന്നില്ല എന്നർത്ഥം. യു നീഡിൻ ഹാവ് ടേക്കൺ എ ടാക്സി. നീ ടാക്സി പിടിക്കേണ്ടിയിരുന്നില്ല, വിളിക്കേണ്ടിയിരുന്നില്ല എന്നർത്ഥം. യു നീഡിൻ ഹാവ് ടേക്കൺ എ ടാക്സി. നീ ടാക്സി വിളിച്ചു, പക്ഷെ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നാണ് പറയുന്നത്. നിനക്ക് വീട്ടിലേക്ക് നടക്കാമായിരുന്നു. നടക്കാമായിരുന്നു. യു കുഡ് ഹാവ് വോക്ക്ഡ് ഹോം. യു കുഡ് ഹാവ് വോക്ക്ഡ് ഹോം. നിനക്ക് വീട്ടിലേക്ക് നടക്കാമായിരുന്നു, നീ ചെയ്യേണ്ടിയിരുന്നില്ല. യു ഷുഡ് ഹാവ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലോ അതിനർത്ഥം നീ നടക്കണമായിരുന്നു എന്നാണ്. മീനിങ്ങിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ആണ് ഉള്ളത്, പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ അത്ര തന്നെ ബുദ്ധിമുട്ടില്ല. കുഡ് ഹാവ് വോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടക്കാമായിരുന്നു, ഷുഡ് ഹാവ് വോക്ക്ഡ് എന്ന് പറയുമ്പോൾ നടക്കണമായിരുന്നു. നീ പാതിരാത്രിയിൽ എന്നെ ഫോൺ ചെയ്യേണ്ടിയിരുന്നില്ല. പാതിരാത്രിയിൽ, ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. എന്നെ ഫോൺ ചെയ്യേണ്ടിയിരുന്നില്ല. യു നീഡിൻ ഹാവ് ഫോൺഡ് മീ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. യു നീഡിൻ ഹാവ് ഫോൺഡ് മീ ഇൻ ദ മിഡിൽ ഓഫ് ദ നൈറ്റ്. നിനക്ക് രാവിലെ വരെ കാത്തു നിൽക്കാമായിരുന്നു. യു കുഡ് ഹാവ് വെയിറ്റഡ് അണ്ടിൽ ദ മോർണിംഗ്. നിനക്ക് രാവിലെ വരെ കാത്തു നിൽക്കാമായിരുന്നു. കുഡ് ഹാവ് വെയിറ്റഡ് നമുക്കിവിടെ ഷുഡ് ഉപയോഗിക്കാം. അതിനർത്ഥം നീ കാത്തു നിൽക്കണമായിരുന്നു എന്നാണ്. യു ഷുഡ് ഹാവ് വെയിറ്റഡ് അണ്ടിൽ ദ മോർണിംഗ്. നീ രാവിലെ വരെ കാത്തു നിൽക്കണമായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നീഡും മസ്റ്റും ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്ന് മെയിൻലി നോക്കിയത്. മറ്റു ഓക്സിലറി വെർബ്സിനെ കുറിച്ചും ബ്രീഫായി പറഞ്ഞിട്ടുണ്ട്. ഈ സ്ട്രക്ചേഴ്സ് ഒരു പക്ഷേ കൺഫ്യൂസിംഗ് ആയി തോന്നിയേക്കാം. നിങ്ങൾ തന്നെ സ്വയം സെന്റൻസസ് നിർമ്മിച്ച് മീനിങ്സിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കണം, എങ്കിലേ നിങ്ങൾക്കത് നന്നായി മനസ്സിലാവുള്ളൂ. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ സീരീസിലുള്ള മറ്റു വീഡിയോസ് എല്ലാം കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.